മക്കളെ നോക്കടാ, ഏറ്റവും വലിയ ചാപ്റ്റർ അല്ലേ സുവോളജിയെ സംബന്ധിച്ചിടത്തോളം ബയോളജിയെ സംബന്ധിച്ചിടത്തോളം +1-ലും +2-ലും നിങ്ങൾ പഠിച്ചതിൽ ഏറ്റവും വലുത് കൂടുതലും കൺസെപ്റ്റ് കൺസെപ്റ്റുള്ള ചാപ്റ്റർ അല്ലേ, മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. നമുക്കൊരു ഷോർട്ടായിട്ട് നോക്കിപ്പോവാം. ഓക്കെ, അധിക ടൈമൊന്നുമില്ല, ഒന്ന് സാറ് കൂടെ നിന്നോ. എടാ ആദ്യം പഠിക്കേണ്ടത് DNA ആണ്. ആരാടാ DNA ഫുൾ ഫോം അറിയില്ലേ? അതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഡിയോക്സിറൈബോ ന്യൂക്ലിക് ആസിഡ്. എടാ എന്നാ പറ, ഒരു DNA ലെങ്ത് എങ്ങനെയാണ് കണക്കാക്കുക? DNA ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ന്യൂക്ലിയോ ടൈഡ് കൊണ്ടാണ്. എന്ത് ചേർത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ന്യൂക്ലിയോ ടൈഡ്. അതൊക്കെ എന്തൊക്കെയാണെന്ന് പിന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ ഉള്ളൊരു സാധനമാണ് ന്യൂക്ലിയോടൈഡിലുള്ളൊരു സാധനമാണ് ബേസ് പെയർ, നൈട്രജൻ ബേസ്, അഡിനിൻ ഗുവാനിൻ തൈമിൻ. കേട്ടിക്കണം മതി. എന്നാ നോക്കടാ, DNA ലെങ്ത് ഓഫ് DNA. എടാ ഒരു മാർക്കിന് അടിക്കാനുള്ളത് നോക്ക്. ബാക്ടീരിയ ഓഫ് ഏജ് 510-174 എന്നാണ് വായിക്കുക കേട്ടോ. 5x ഒന്നല്ല, 510-174. അതിന് എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ടാവൂടാ? 5, 3, 8, 6 ന്യൂക്ലിയോടൈഡ്. അതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ലെങ്ത്. ബാക്ടീരിയ ഓഫ് ഏജ് ലാംഡൻ്റെ ലെങ്ത് നോക്കിയേ, അത്രയും ബേസ് പെയർ. ന്യൂക്ലിയോടൈഡ് എന്നുള്ള രൂപത്തിലുള്ള ബേസ് പെയർ എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഉണ്ടാവും അതിൻ്റെ ലെങ്ത്. ഈക്കോളൈൻ്റെ ലെങ്ത് നോക്കിയാൽ 4.6 × 10⁶ ബേസ് പെയർ. അപ്പോൾ കുറച്ചും കൂടി ലെങ്ത് ഉണ്ട്. ഹ്യൂമൻ്റെ ഹാപ്ലോയിഡ് ആണ് നമുക്കറിയാം, N അല്ലേ, 2N അല്ല, എന്നിൽ എത്ര ബേസ് പെയർ ഉണ്ടാവും? ലെങ്ത് നോക്കി കഴിഞ്ഞാൽ 3.3 × 10⁹ ബേസ് പെയർ. അത്രയാണ് അതിൻ്റെ ലെങ്ത്. ഇതിൽ കൂടുതൽ ആരാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ തന്നെ. എടാ ഇനി കറക്റ്റ് ആ ഒരു കൺസെപ്റ്റിലേക്ക് കടക്കാം. DNA ഈസ് മേഡ് അപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ് കൊണ്ടാണ് DNA ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ന്യൂക്ലിയോടൈഡിൽ ആരൊക്കെ ഉണ്ട് ശ്രദ്ധിച്ച് കേട്ടോട്ടോ. നൈട്രജൻ ബേസ്, ഷുഗർ, ഫോസ്ഫേറ്റ്. നോക്കടാ, DNA ഉണ്ടാക്കിയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് കൊണ്ടാണ് ഒരു ഉണ്ട. അതിൽ നൈട്രജൻ ബേസ്, ഷുഗർ, ഫോസ്ഫേറ്റ് ഒക്കെ ഉണ്ട്. ഈ നൈട്രജൻ ബേസിൽ ആരൊക്കെ ഉണ്ട്? പ്യൂരിൻസും പിരമിഡിൻസും. പ്യൂരിൻസിൽ ആരൊക്കെ? അഡിനിൻ, ഗ്വാനിൻ. പിരമിഡിൻസിൽ തൈമിൻ, സൈറ്റോസിൻ. ഇത് DNA ആണ്. RNA ആണെങ്കിൽ പിരമിഡിൻസിൽ ആരും കൂടി വരും? യുറാസിലും കൂടി വരും. നോക്കണേ. ഇനി ബോണ്ടുകളൊന്ന് ശ്രദ്ധിച്ചേ. അഡിനിൻ ആരേറ്റാടാ ബോണ്ട് ചെയ്യുക? തൈമിനേറ്റ്. കണ്ടോ, A-T. എത്ര ബോണ്ട് ഉണ്ടാ? 2 വര, 2 ഹൈഡ്രജൻ ബോണ്ടാണ്. ഗ്വാനിൻ ആരേറ്റാടാ ബോണ്ട് ഉണ്ടാക്കുക? സൈറ്റോസിനേറ്റ്. എത്ര വരയുണ്ട് മക്കളെ? 3 ട്രിപ്പിൾ ലവ് ആണ്. ബോണ്ട് ഏതാടാ? ഹൈഡ്രജൻ ബോണ്ട്. ഇവന്മാർ തമ്മിലുള്ള ബോണ്ട് ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. കത്തി, ഇതൊക്കെ ജസ്റ്റ് 1 മാർക്ക് അടിക്കുന്ന ഏരിയ ഉള്ളൂ കേട്ടോ, അത്ര ഇമ്പോർട്ടൻസ് തോന്നി. എന്നാൽ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു. നൈട്രജൻ ബേസ് ഈ കുഞ്ഞിരാപ്പി, നൈട്രജൻ ബേസും ഷുഗറും കൂടി ചേർന്നു. ഇതിന് രണ്ടിനും കൂടി നമ്മൾ വിളിക്കുക, നൈട്രജൻ ബേസും ഷുഗറും കൂടി ചേർന്നാൽ നമ്മൾ വിളിക്കുന്ന വാക്കാടാ ന്യൂക്ലിയോ സൈഡ്. ശ്രദ്ധിച്ചോ, ന്യൂക്ലിയോ ടൈഡ് ആയിട്ടില്ല, ന്യൂക്ലിയോ സൈഡിന്റെ കൂടെ ഈ ഫോസ്ഫേറ്റും കൂടി ചേർന്നാലാണ് ആരാവുക? ന്യൂക്ലിയോ ടൈഡ് ആവുക. അവിടെയുള്ള ബോണ്ടുകളൊന്ന് ശ്രദ്ധിച്ചേടാ. നൈട്രജൻ ബേസും ഷുഗറും ഉള്ള അവിടെയുള്ള ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്, N-ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്നൊക്കെ പറയും. അതേപോലെ തന്നെ ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റും ഉള്ള ആ സ്ഥലത്തുള്ള ബോണ്ടാണ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. എന്താ പറയുക? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള ബോണ്ട് ഏതായിരുന്നു? ഹൈഡ്രജൻ ബോണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഒരു സ്ഥാനത്തിലേക്ക് പോവാം. ഇതാണ് ഒരു DNA ചിത്രം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സാറ് ഇവിടെ ഒരു മാർക്കിംഗ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഈ ഒരു ബോണ്ട് ഉണ്ടോ ഫോസ്ഫേറ്റിൻ്റെ ഇതിൻ്റെ ഇടയിൽ? ഇവിടെ ആ ഒരു മാർക്കിംഗ് ചെയ്താൽ ഇവിടെ ഏത് ബോണ്ട് എന്ന് മക്കൾ എഴുതും? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. എന്ത് ബോണ്ടാടാ? കൊട്ടിക്കടാ, ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. എന്താ ഇവിടെ ഓക്കെ? ഇവിടെ ഏത് ബോണ്ടാടാ? ഹൈഡ്രജൻ ബോണ്ട്. ജീൻ്റെ സീൻ്റെ ഇടയിൽ പറടാ, ഇവിടെ ഏത് ബോണ്ടാടാ? ഹൈഡ്രജൻ ബോണ്ട്. അതവിടെ ഏത് കൊടുത്താലും ഹൈഡ്രജൻ ബോണ്ടാണ്, കുഴപ്പമില്ലല്ലോ. എന്നാ നോക്കടാ, ഇതല്ലേ നൈട്രജൻ ബേസ്, അഡിനിൻ. ഷുഗർ. ഇത് നൈട്രജൻ ബേസ്, ഇത് ഷുഗർ. അതിൻ്റെ ഇടയിലുള്ള ഈ ഒരു വര കണ്ടോ? ഈ ഒരു വര, അവിടെയുള്ള ബോണ്ടിന്റെ പേരൊന്ന് പറഞ്ഞേടാ. ഗ്ലൈക്കോസിഡിക് ബോണ്ട്. എന്ത് ബോണ്ടാടാ മക്കളെ? ഗ്ലൈക്കോസിഡിക് ബോണ്ട്. കത്തി. അങ്ങനെയാണെങ്കിൽ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ എന്നാ. ഇവിടുന്ന് ഒരു വര, 2 വരയോ? ഫോസ്ഫേറ്റിന്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഓരോ വരകൾ, 2 വര. അവിടെ എന്ത് ബോണ്ട് കൊടുക്കും സാറേ? അവിടെ നിങ്ങൾ എഴുതേണ്ട പേരാണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. എല്ലാ മക്കളും നോക്കിയിട്ടുണ്ടാവും. ഞാൻ എഴുതുമ്പോൾ തന്നെ കുറേ ആൾക്കാർ മനസ്സിലെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, എടാ ഈ ഒരു ഫിഗർ വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം. ഈ ബോണ്ടുകൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക മക്കളെ. ഇനി കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ പേരും അവരുടെ കണ്ടുപിടുത്തവും ഇതൊക്കെ എല്ലാവരും ക്ലാസ്സിലും സ്കൂളിലൊക്കെ പഠിച്ചാണ്. സാർ ക്വിക്ക് റിവിഷൻ. സാർ ഒന്ന് ചോദിക്കട്ടെ, ചെറിയ ക്ലാസ് പഠിച്ചാണ് DNA-ൻ്റെ ആ ഡബിൾ ഹെലിക്സ് മോഡൽ ഉണ്ടല്ലോ, ഇങ്ങനെ അല്ലേ? ആ ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടുപിടിച്ചത് ആരൊക്കെയായിരുന്നടാ? വാട്സൺ ആൻഡ് ക്രിക്കേറ്റൻ. ഈ വാട്സട്ടനും ക്രിക്കേറ്റനും കൂടി ഇത് കണ്ടുപിടിക്കാൻ അവരെ സഹായിച്ചതാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ. പഠിച്ചു വെച്ചോ, ഈ പേജ് സ്ക്രീൻഷോട്ട് അടിച്ചു വെച്ചോ, ചിലപ്പോൾ വരാം.
നോക്കിക്കോ, വാട്സൺ ആൻഡ് ക്രിക്ക് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA ബൈ യൂസിങ് എക്സ്റേ ഡിഫ്രാക്ഷൻ. അപ്പോൾ ശ്രദ്ധിക്കണം, ആരാണ് ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ കണ്ടുപിടിച്ചത്? അത് വിൽക്കിൻസ് ആൻഡ് ഫ്രാങ്ക്ലിൻ ചേച്ചിയാണ്. വിൽക്കിൻസ് ആൻഡ് ഫ്രാങ്ക്ലിൻ ചേച്ചിയാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ കണ്ടുപിടിച്ചത്. മക്കളെ ശ്രദ്ധിക്കുക, ഫ്രെഡറിക് മെയ്ഷർ അയാളാണ് DNA ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് ന്യൂക്ലിൻ എന്നുള്ള പേര് കൊടുത്തത്. DNA ഐഡന്റിഫൈ ചെയ്തിട്ട് ന്യൂക്ലിൻ എന്നുള്ള പേര് കൊടുത്തത്. മാത്രമല്ല അത് അസിഡിക് ആണ്. ശ്രദ്ധിക്കും. ഇനി ഇയാളുണ്ടല്ലോ ഒരു 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 മാസ് ചങ്ങയാണ്, എർവിൻ ചാർഗഫ്. ഇയാൾ പറഞ്ഞത് ഒരു DNAയിൽ നമ്പർ ഓഫ് പ്യൂരിൻ ഈക്വൽ ടു നമ്പർ ഓഫ് പിരമിഡിൻ. എത്ര പ്യൂരിൻ ഉണ്ടോ അത്ര തന്നെ ആരുണ്ടാവും? പിരമിഡിൻ ഉണ്ടാവും. പ്യൂരിൻസ് ആരൊക്കെയെന്ന് നമുക്കറിയാം, അഡിനിനും ഗ്വാനിനും. അപ്പൊ A+G ഈസ് ഈക്വൽ ടു T+C. T+C ആരാണ്? പിരമിഡിൻ. മാക്സ് അറിയൂലേ? ഇതിനങ്ങോട്ട് കൊണ്ടുവന്നാൽ A+G/T+C ഈസ് ഈക്വൽ ടു 1. ഇതാണ് ആര് പറഞ്ഞത്? എർവിൻ ചാർഗഫ്. സാധാരണഗതിയിൽ ഈ ക്വസ്റ്റ്യൻ ഇയാൾ പറഞ്ഞത് ഈ നമ്പർ ഓഫ് പ്യൂരിൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പിരമിഡിൻ എന്ന് പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോ മാത്സ് ഒക്കെ സാറല്ല, മാത്സ് എല്ലാവർക്കും സങ്കടം ഉണ്ടാവും, പോട്ടെ. അപ്പൊ ആ സ്ഥിതിക്ക് നമുക്ക് ഒന്ന് അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസിലേക്കൊക്കെ ഒന്ന് പോകണം. നോക്കിക്കോടാ, ഇഫ് 30T ടൈമിൻ ഈ ടൈമില്ലേ അത് 30 എണ്ണം ഉണ്ട് വിചാരിച്ചോ. 30 എണ്ണം സാറ് പറഞ്ഞിട്ടുണ്ട്. അഡിനിൻ ആരേറ്റോ ബോണ്ട് ചെയ്യുക? ടൈമിനേറ്റ്. മറന്നോ അഡിനിൻ ടൈമിനേറ്റ്, ഗ്വാനിൻ സൈറ്റോസിനേറ്റ്, മറക്കല്ലേ. എന്നാ ഇഫ് 30T 30T ഉണ്ടെങ്കിൽ അങ്ങനെ ഹൗ മെനി AGC ഒക്കെ എത്ര എണ്ണം ഉണ്ടാവും നമ്മൾ കണക്കാക്കുന്നുണ്ട്. 30T ആണെങ്കിൽ എയും അത്ര തന്നെ നേരെ ഇരിക്കും, 30A. 40 ആണെങ്കിൽ 40, 20 ആണെങ്കിൽ 20, 10T ആണെങ്കിൽ 10A നേരെ എഴുതാം. പ്രശ്നം കഴിഞ്ഞു. ഇനി ഇത് ടോട്ടലി 30% ആണ് 100% ആണ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ തന്നത് എത്രയെന്ന് കൺസിഡർ ചെയ്യണം? 30% ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അങ്ങനെ പറ, കൺസിഡർ ടോട്ടൽ ഈസ് 100. ടോട്ടൽ 100 അത് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ എയും ടിയും കൂടി ഇപ്പം എത്രയായി? എന്റെ ടി 60 ആയില്ലേ? 30Aയും 30Tയും 60 ആയി. അങ്ങനെയാണെങ്കിൽ ബാലൻസ് എത്ര വരിക? 40 അല്ലേ? ആരൊക്കെയാണ് 40 വരിക? ജിയും സിയും കൂടെ 40 അല്ലേ? സോ ജി എത്ര ഉണ്ടാവുക? 20. സി എത്ര ഉണ്ടാവുക? 20. എടാ രണ്ട് ഈക്വൽ ആവണ്ടേ? ഓക്കെ, കാരണം ജി ബോണ്ട് വിത്ത് സി അല്ലേ? മക്കളങ്ങ് ചുമ്മാ പഠിച്ചു വെച്ചോ. ടി തന്നാൽ എ അത് തന്നെ. ഓക്കെ, ബാക്കി ബാലൻസ് വരുന്നുണ്ടാവില്ലേ? 100 കുറയ്ക്കുക, ബാലൻസ് 40. അത് G+C ആണ്. അപ്പോൾ ജിയും 20 സിയും 20 രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, മതിയടാ മക്കളെ, സിമ്പിൾസ് ആണ്. എന്നാ പിടിച്ചോ, ഫീച്ചേഴ്സ് ഓഫ് DNA ഫീച്ചറുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എല്ലാവർക്കും. മേഡപ്പ് ഓഫ് പോളി. വാട്ട് ഇസ് മീൻ ബൈ പോളി? തോനെ, കുറേ ന്യൂക്ലിയോടൈഡ്സ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കിയാണ്. ദേ ആർ ആൻറ്റി പാരലൽ പൊളാരിറ്റി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ട്രാൻഡ് ഉണ്ടാവില്ലേ? ഒരു സ്ട്രാൻഡ് 5' 3'. അപ്പോൾ മറ്റേ സ്ട്രാൻഡിൻ്റെ ഡയറക്ഷൻ 3' 5'. അതാണ് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ നട്ടല് DNA നട്ടല് ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ആണ്. നോട്ട് ചെയ്തോ. ആൻഡ് നെക്സ്റ്റ്, ഡിസ്റ്റൻസ് ഫോർ എ കംപ്ലീറ്റ് ടേൺ ഈസ് പിച്ച്. അതായത് ഒന്ന് നോക്കണേ, ഒന്നുകൂടെ ശ്രദ്ധിച്ചു, അത് കുറച്ച് ട്രിക്കിയാണ്. ഇതൊരു DNA, ഇതാ 2 സ്ട്രാൻഡ്, ഇതൊരു സ്ട്രാൻഡ്, ഇത് മറ്റേ സ്ട്രാൻഡ്. DNA ഇങ്ങനെ ചുറ്റിയല്ലേ? ഇതാ ചുറ്റി ഇവിടെ തുടങ്ങി ചുറ്റി നേരായോ? ഇല്ല, ക്രോസ് അല്ലേ? കൊണ്ട് ചുറ്റി നേരായില്ലേ? ഇത്രയും ഒരു ലെങ്ത് ഇല്ല. ഇതാ ഇവിടെ നിന്നല്ലേ തുടങ്ങിയത്. ഇതാ ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ എത്തിയില്ലേ? ഈ ഒരു ഇത്രയും ലെങ്ത് നമുക്ക് വിളിക്കാം ഒരു പിച്ച്. കണ്ടോ ഈ ഒരു ലെങ്ത്? ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചെന്നുള്ളൂ. കണ്ടോ, ഇത് ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് വരും അറിയോ? 3.4 നാനോമീറ്റർ. ഇതിൻ്റെ ഇടയിൽ ടോട്ടൽ എത്ര ബേസ് പെയർ വരും എന്നറിയോ മക്കളെ? 10 ബേസ് പെയർ. കണ്ടോ, സാർ ഇങ്ങനെ 10 വരട്ടിട്ടുണ്ട്. 10 ബേസ് പെയർ വരും. അപ്പോൾ ഒരു പിച്ചിൻ്റെ ലെങ്ത് 3.4 ആണ്. ടോട്ടൽ അതിൻ്റെ ഇടയിൽ 10 ബേസ് പെയർ വരും. അങ്ങനെയാണെങ്കിൽ പറ, 2 ബേസ് പെയറിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? സിമ്പിൾ. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈച്ച് ബേസ് പെയർ, ഓരോ ബേസ് പെയറിന് ടോട്ടൽ 10 ഉണ്ട്. അപ്പോൾ ഇതാ ഓരോന്നിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആയി ചോദിച്ചു. കണ്ടോ, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഒരു ഡിസ്റ്റൻസ് എങ്ങനെ കാണുക? 3.4 ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു 0.34. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ബേസ് പെയർ 0.34 നാനോമീറ്റർ.
0.34 നാനോമീറ്റർ. മതിയടാ മക്കളെ. ഇതാ വരുന്നു. നമ്മുടെ ഈ ചാപ്റ്ററിന്റെ മർമ്മത്തിലേക്ക് ഇപ്പോഴേ കടക്കുന്നുള്ളൂ. സെൻട്രൽ ഡോഗ്മ, സെൻട്രൽ പട്ടിമ, പ്രപ്പോസ്ഡ് ബൈ. ഇത് പഠിക്കാതെ ഒരു കുട്ടിയും പോകരുത്. ക്രിക്കറ്റിനാണ് പ്രപ്പോസ് ചെയ്തത്. ശരിക്കും ശ്രദ്ധിച്ചോ. ഡി എൻ എ തന്നെ ഉണ്ടാവുക. ദാറ്റ് ഈസ് കോൾഡ് റെപ്ലിക്കേഷൻ. ഡി എൻ എ തന്നെ ഉണ്ടായാൽ റെപ്ലിക്കേഷൻ. ഡി എൻ എ RNA അല്ലെങ്കിൽ mRNA ഉണ്ടായി കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ. mRNA പ്രോട്ടീൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ. മറക്കരുത്, 2 മാർക്കിനൊക്കെ സ്ഥിരം ക്ലീൻ ചെയ്യാണ് ഈ സാധനം. എടാ mRNA തിരിച്ച് DNA ഉണ്ടാവുകയാണെങ്കിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വേണമെങ്കിൽ വരാം. തിരിച്ചു വരികയാണെങ്കിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. മക്കളെ ഇത് നോട്ട് ചെയ്ത് വെച്ചടാ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാക്കേജിങ് ഓഫ് DNA ആണ്. DNA എങ്ങനെ പാക്ക് ചെയ്യുക? അതിന് DNA പാക്ക് ചെയ്യണം. എടാ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ഒരു DNA, ഒരു സെല്ലിൻ്റെ ഉള്ളിൽ, ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഒരു DNA ലെങ്ത്ത് ഏകദേശം 2 മീറ്ററോളം വരും കേട്ടോ. 2.2 മീറ്ററോളം വരും. അവിടെ കേട്ടെ, ഈ നൂല് 2 മീറ്റർ വരുന്ന ഈ നൂല് അതൊന്ന് ഒരു സെല്ലിൻ്റെ ഉള്ളിലുള്ള ജസ്റ്റാണ്. ഈ സാധനത്തിനെ നമ്മൾ എങ്ങനെയാണ് കെട്ടി വെച്ചിട്ടുണ്ടാവുക? അതങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചു വരിടാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നൂല് വീട്ടിലൊക്കെ ചുറ്റി വെക്കൂലേ, അതേപോലെ ചുറ്റി വെച്ചിരിക്കും. അതാണ് ടോപ്പിക്, പാക്കേജിങ് ഓഫ് DNA. ഈ ബോർഡിൽ എഴുതിയ സാധനം പഠിച്ചു വയ്ക്കും. DNA ചാർജ് നെഗറ്റീവ്. അപ്പോൾ അത് കെട്ടാൻ വരുന്ന പ്രോട്ടീൻ്റെ ചാർജ് പോസിറ്റീവ്. ഈ പ്രോട്ടീനോട് ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് ആര്? ഹിസ്റ്റോൺ ആണ് കേട്ടോ. ഹിസ്റ്റോൺ ആണ്. നമ്മൾ പറയുന്നത് യൂക്കാരിയോട്ടിലാണ്. എടാ നോക്കടാ, പ്രോട്ടീൻ പോസിറ്റീവ് DNA. ഈ പ്രോട്ടീൻ എന്താ പോസിറ്റീവ് വന്നത്? ഡ്യൂ ടു ബേസിക് അമിനോ ആസിഡ് ലൈസീൻ ആൻഡ് ആർജിനൈൻ. 2 അമിനോ ആസിഡ് ലൈസീനും ആർജിനൈനും ഉണ്ട്. ബേസിക് അമിനോ ആസിഡ്സ് ആണ്. അവരുള്ളത് കൊണ്ടാണ് എനിക്ക് പോസിറ്റീവ് ചാർജ് വന്നത്. 1 മാർക്കിന് വരാം. അപ്പോൾ DNA കെട്ടി വെച്ചിട്ടുള്ള എന്തിലാണ്? പ്രോട്ടീനിലാണ്. നോക്കണം. ഇനി ഇതിൽ പഠിക്കാനുള്ളതാ ഈ പാക്കേജിങ് നോക്കിയേ. ഇതാണ് ഈ ചിത്രം. ഇതിൽ കണ്ടോ, മാർക്ക് ചെയ്തുണ്ടോ? ഇതാണ് DNA. കണ്ടോ DNA കണ്ടോ? ഇങ്ങനെ ഇത് കെട്ടി ഈ പച്ച സാധനം ഇല്ലേ, പച്ച ഹിസ്റ്റോൺ ഒക്ടാമർ. കണ്ടോ? ഹിസ്റ്റോൺ ഒക്ട എന്ന് പറഞ്ഞാൽ എത്രടാ? 8. അപ്പോൾ ഈ നടുവിലുള്ള ഈ പച്ചല്ലേ വലിയ ഉണ്ട മേഡപ്പ് ഓഫ് 8 മോളിക്യൂൾ. 8 മോളിക്യൂൾ കൊണ്ട് ഉണ്ടാക്കിയാണ്. പഠിച്ചു വെച്ചോ, 8 എണ്ണം. ഇനി ഇത് അവിടെ ഒരു വടി പോലെ വെച്ചിട്ടില്ലേ, അത് H1 ഹിസ്റ്റോൺ. അതും ഒരു പ്രോട്ടീനാണ് കേട്ടോ, H1 ഹിസ്റ്റോൺ. ഓക്കെ. എടാ ഈ ചിത്രം കണ്ടിട്ട് ചോദിക്കുക, ഈ ചിത്രം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എഴുതണം ന്യൂക്ലിയോസോം. എന്താണ് എഴുതുക മക്കളെ? ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ DNA പ്രോട്ടീൻ്റെ മേലെ ചുറ്റി വെക്കുക. അതിന് വിളിച്ച വാക്കാണ് ന്യൂക്ലിയോസോം. ദാറ്റ് ഈസ് DNA wrapped around histone പ്രോട്ടീൻ. ഹിസ്റ്റോൺ പ്രോട്ടീൻ്റെ മേത്ത് DNA ചുറ്റി വെക്കുക. DNA ഇങ്ങനെ ചുറ്റി വെച്ച് ഈ ചിത്രത്തിന് വിളിക്കുന്ന വാക്കാണ് ന്യൂക്ലിയോസോം. ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ന്യൂക്ലിയോസോം? DNA wrapped around histone protein. സെക്കൻഡ് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യാൻ ചോദിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, ഹിസ്റ്റോൺ ഒക്ടാമറിൽ എത്ര മോളിക്യൂൾ ഉണ്ട്? 8. കിട്ടി, സെറ്റ്, മതി മക്കളെ. ഇവിടെ ഒരു ടോപ്പിക് കൂടി പറയാണ്ട്, ക്രോമാറ്റിൻസ്. ഈ ന്യൂക്ലിയോസോംസ് എല്ലാം കൂടി ചേർന്നുണ്ടാവുന്നതാണ് ക്രോമാറ്റിൻ. ജസ്റ്റ് നോക്കിയാൽ 2 ടൈപ്പ് ക്രോമാറ്റിൻ ഉണ്ട്. യു ക്രോമാറ്റിൻ ഉണ്ട്, ഹെറ്ററോ ക്രോമാറ്റിൻ ഉണ്ട്. യു ക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ ലൂസ്ലി പാക്ക്ഡ്, ഹെറ്ററോ ക്രോമാറ്റിൻ ടൈറ്റ്ലി പാക്ക്ഡ്. യു ക്രോമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ നടത്തും. ഹെറ്ററോ ക്രോമാറ്റിനോ ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് ആണ്. ജസ്റ്റ് ഈ 2 ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെക്കാം. യു ക്രോമാറ്റിൻ, ഹെറ്ററോ ക്രോമാറ്റിൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതിൻ്റെ സി ക്വസ്റ്റ്യൻ സ്ഥിരമാണ്. അല്ലെങ്കിൽ PYQ എടുത്ത് നോക്കിക്കോ, സിമ്പിൾ. എടാ ഇനി ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതിന് മുന്നേ ഇത് എന്തിനാണെന്ന് പഠിക്കാം. സെർച്ച് ഫോർ ജെനറ്റിക് മെറ്റീരിയൽ. ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്, DNA ആണോ RNA ആണോ പ്രോട്ടീൻ ആണോ ജെനറ്റിക് മെറ്റീരിയൽ എന്ന്. ഇപ്പോഴല്ല, 90s. അപ്പോൾ ആ സമയത്ത് ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. ഗ്രിഫിത്ത് അണ്ണനാണ് എക്സ്പെരിമെൻ്റ് നടത്തിയത്. അയാളുടെ ഒരു പ്രിൻസിപ്പിളാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഗ്രിഫിത്ത് അണ്ണൻ നടത്തിയത് ഒരു ചെറിയ ജീവിയിലാണ്, സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ ബാക്ടീരിയ. അറിയില്ലേ? സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയയിലാണ്. ഈ ബാക്ടീരിയ 2 ടൈപ്പ് ഉണ്ട്, എസ്സും ഉണ്ട് ആറും ഉണ്ട്. എസ് സ്മൂത്ത്, 6 റഫ്. പറയടാ, ആരടാ ദുഷ്ടൻ? എസ് ആണ് ദുഷ്ടൻ. സ്മൂത്ത് ആണ് ദുഷ്ടൻ. കാണുമ്പോൾ സ്മൂത്ത് ആവും, ഓൻ ദുഷ്ടനാണ്. വിശ്വസിക്കരുത്. കാണുമ്പോൾ ഒരു റഫ് ഫിഗർ ആവും, പക്ഷെ ആള് പാവായിരിക്കും. ശ്രദ്ധിച്ചോ. സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ എസ്സും 6ഉം. എസ് സ്മൂത്ത്, 6 റഫ്. സ്മൂത്ത് ഈസ് വിറുലന്റ്, ഡേഞ്ചറസ്, അപകടകാരി, അസുഖമുണ്ടാക്കാൻ കഴിവുള്ളവൻ. അതിനൊരു മ്യൂക്കസ് കോട്ടിങ്ങും കൂടി ഉണ്ടാവും. ഇവൻകാവുന്നില്ല, വിറുലന്റ് അല്ല, നോ മ്യൂക്കസ് കോട്ടിങ്. പാവമാണ് അവൻ, പാവം. ഇനി എക്സ്പെരിമെന്റിലേക്ക് ഒന്ന് കടക്കാം. ഇതാകെടുക്കുന്നു എക്സ്പെരിമെന്റ് വന്നിരിക്കും. ശരിക്കും ശ്രദ്ധിച്ചോ. ജീവനുള്ള എസ്സിന് അസുഖം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടേ. ശ്രദ്ധിച്ചു. ജീവനുള്ള എലിയുടെ മേത്തേക്ക് ഇട്ടു. മൈസ് എലി. പറ, എലിക്ക് അസുഖം വരുമോ വരൂലേ?
അസുഖം വരും, എലി ചത്തുപോയി. മൈസ് ഡെഡ്, നോ ഡൗട്ട്. ജീവനുള്ള 6 എലിയുടെ മേത്തേക്ക് ഇട്ടു. 6 അസുഖം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. സോ മൈസ് ലീവ്ഡ്. മൈസിന് ഒരു പ്രശ്നമില്ല, കാരണം 6 കഴിവില്ല മക്കളെ, അസുഖം ഉണ്ടാക്കാനുള്ള കഴിവില്ല. നോക്കടാ, ഹീറ്റ് കിൽഡ് എസ്, ചൂടാക്കി എസ്സിനെ കൊന്നു കളഞ്ഞു. ഹീറ്റ് കിൽഡ് എസ് എലിയിലേക്ക് ഇട്ടു. പറ, എസ് ചത്തേ, ഹീറ്റ് കിൽഡാണ്. എസ് അസുഖം ഉണ്ടാക്കാൻ കഴിവുണ്ടോ? അവന് കൊന്നിട്ട് എലിയിലേക്ക് ഇട്ടു. പറ, വാട്ട് ഹാപ്പൻ? എലി ജീവിച്ചു, കാരണം എസ് ചത്തുകണ്. ഇനിയാണ് ട്വിസ്റ്റ്. ലൈവ് 6 കഴിവില്ലല്ലോ, ഹീറ്റ് കിൽഡ് എസ് കഴിവില്ലല്ലോ, ചത്തല്ല. ഇതിന് രണ്ടിനും കൂടി എലിയിലേക്ക് ഇട്ടു, പക്ഷേ എലി മരിച്ചുപോയി. വൈ ഒറ്റയ്ക്ക് പേർക്ക് രണ്ടുപേർക്കും പറ്റണില്ല. പിന്നെന്താ ഇവർ രണ്ടുപേരും ഒരുമിച്ചിട്ടപ്പോൾ എന്താ വെച്ചറിയോ? നോക്കിക്കോ, ഈ ഹീറ്റ് കിൽഡ് എസ് ഇല്ലേ, അതിന് അവസാനം ചത്ത്. അതിന് എന്തൊക്കെയോ എങ്ങോട്ടേക്ക് പോയി, ലൈവ് 6ലേക്ക് പോയി. എന്നിട്ട് 6ന്റെ സ്വഭാവം കൊണ്ട് മാറ്റി. പാവമായിരുന്നു എൻ്റെ 6. ആ കള്ള ദജാൽ ഹീറ്റ് കിൽഡ് എസിൻ്റെ കൂടെ നടന്നിട്ട് ഓൻ്റെ സ്വഭാവം കൊണ്ട് മാറി. നോക്കിയങ്ങൾ, നമ്മളെ സുഹൃത്തുക്കളും അങ്ങനെയാണ്. നമ്മളെ നല്ല സ്വഭാവങ്ങളൊക്കെ മാറും നമ്മളെ ചില മോശം ഫ്രണ്ട്സിനായിട്ട് പോയാൽ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നില്ലേ, എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങോട്ട് വന്നല്ലോ, അതിനെ വിളിച്ച വാക്കാണ് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ. എന്താടാ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ? മക്കളെ, ഒരു 3 സയൻറ്റിസ്റ്റുകളും അവരെന്താ പറഞ്ഞതെന്നുള്ളത് മാത്രം ജസ്റ്റ് നോക്കാം. ഏവറി, മെക്കാർട്ടി, മാക്ലിയോട്ട്. ഇവർ പറഞ്ഞത് ബയോകെമിക്കൽ നേച്ചർ ഓഫ് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ ആണ്. ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ മാത്രം പറഞ്ഞത് ഗ്രിഫിത്ത് ആണ്. അതിൻ്റെ ബയോകെമിക്കൽ നേച്ചർ പറഞ്ഞത് ഇവരാണ്. ജസ്റ്റ് അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. എടാ മക്കളെ നോക്കടാ, ഇനി ഹെർഷി ആൻഡ് ചേസിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതെന്തിനാണെന്നൊന്ന് ജസ്റ്റ് പഠിച്ചോ. ജനറ്റിക് മെറ്റീരിയൽ DNA തന്നെയാണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള പരിപാടിയാണ് ഹെർഷി ആൻഡ് ചേസ് നടത്തിയത്. എന്താണ്? ജനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കും, പ്രോട്ടീൻ ഒന്നും അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ. ടു പ്രൂവ് DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ. DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്യാൻ ഇവർക്ക് 3 സ്റ്റെപ്സ് ഉണ്ട്. ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ്, സെൻട്രിഫ്യൂഗേഷൻ. ജസ്റ്റ് ആ സ്റ്റെപ്പിൻ്റെ പേരൊന്ന് കാണാതെ പഠിക്കും. ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ്, സെൻട്രിഫ്യൂഗേഷൻ. ഇവരെടുത്ത 2 ജീവികളാണ്. ഒന്ന് ഈക്കോളൈ, ബാക്ടീരിയ ആണ്, ഈക്കോളൈ. പിന്നെ ഒരു വൈറസ്, ബാക്ടീരിയോഫേജ്. ഉണ്ടോ? ഈ 2 ജീവികളെ വെച്ചാണ് ഇവർ എക്സ്പെരിമെന്റ് നടത്തിയത്. ഓക്കെ, അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മക്കളെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം നോക്കണേ. പ്രോട്ടീൻ, ഞാൻ ഈ പറഞ്ഞ മാത്രം, എക്സ്പെരിമെന്റ് ഒന്നും ഡീറ്റെയിൽക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല, അത്ര ഡെപ്തൊന്നും വരില്ല. പ്രോട്ടീൻ കണ്ടോ? പ്രോട്ടീനെ കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം, റേഡിയോ ആക്ടിവിറ്റി കൊടുക്കാൻ ഉപയോഗിക്കുന്ന സാധനം S35 പഠിച്ചു വെച്ചോ. അതേപോലെ തന്നെ DNA ലാബിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം P32 ചിത്രത്തിലുണ്ട്. ജസ്റ്റ് ഈ എക്സ്പെരിമെന്റിൽ പ്രോട്ടീനിന് റേഡിയോ ആക്ടിവിറ്റി കൊടുക്കാൻ ഉപയോഗിക്കുന്നത് S35, DNAക്ക് റേഡിയോ ആക്ടിവിറ്റി കൊടുക്കാൻ ഉപയോഗിക്കുന്നത് P32. 3 സ്റ്റെപ്പിന്റെ പേര്. ഇത് ആരുടെ എക്സ്പെരിമെന്റ് ആണ്? ഹെർഷി ആൻഡ് ചേസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ എക്സ്പെരിമെന്റ്? ഈ എക്സ്പെരിമെന്റ് ഏതൊക്കെ ജീവിയിലാണ് നടത്തിയത്? മതി, ഈ ചിത്രം കണ്ടാൽ ഇതിൻ്റെ ആൻസേഴ്സ് കൊട്ടാൻ അറിഞ്ഞാൽ മതി, വേറെ ഒന്നും വേണ്ട. എടാ, അങ്ങനെയാണെങ്കിൽ ഒരാള് ജനറ്റിക് മെറ്റീരിയൽ ആണ് എന്ന് സ്വയം അങ്ങ് വിളിച്ചു പറയാൻ പറ്റുമോ? ഇല്ല. കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ക്രൈറ്റീരിയ ഫോർ ജനറ്റിക് മെറ്റീരിയൽ പറ, എന്തൊക്കെയാണ്? സ്ട്രക്ചറലി ആൻഡ് കെമിക്കലി സ്റ്റേബിൾ ആവണം, ഏബിൾ ടു റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലോ സ്ലോ ചേഞ്ച്, അതായത് എവല്യൂഷനൊക്കെ സഹായിക്കണം, എക്സ്പ്രസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടർ, അതിൻ്റെ സ്വന്തം ക്യാരക്ടർ, മറ്റേ മെൻഡീലിയൻ ക്യാരക്ടേഴ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഈ 4 പോയിന്റ്. DNA RNA സിമ്പിൾ ഡിഫറൻസ് നോക്കാം. നിങ്ങൾക്ക് തൊള്ളേ തോന്നിയ ഡിഫറൻസ് ഒക്കെ ഏതാ? 2 സ്റ്റാൻഡ്, സിംഗിൾ സ്റ്റാൻഡ്, ആ പരിപാടി നിങ്ങൾ ഏതെന്ന് എനിക്കറിയാം. എന്നാലും ഈ ജസ്റ്റ് പോയിന്റ്സ് ഒന്ന് കേട്ടോ. മോർ സ്റ്റേബിൾ, ലെസ് സ്റ്റേബിൾ. ലെസ് റിയാക്റ്റീവ് ആണ് DNA, എന്നാൽ RNA മോർ റിയാക്റ്റീവ് ആണ്. DNAയിൽ ടൈമിനാണുള്ളത്, RNAയിൽ അതിന് പകരം യുറാസിലാണ് വരിക. RNA ഒരു കാറ്റലിസ്റ്റ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യാറുണ്ട്. മതി, അവിടെ അത്ര മതിടാ. എന്നാ നോക്ക്, നമ്മൾ റെപ്ലിക്കേഷനിലേക്ക് കടക്കുകയാണ്. ചാപ്റ്ററിൻ്റെ കോറാണ്, കോർ ഭാഗമാണ്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാതെ ഒരു പരീക്ഷ പോകില്ല, ശ്രദ്ധിച്ചിരുന്നോ? റെപ്ലിക്കേഷൻ, DNA എന്താ റെപ്ലിക്കേഷൻ? എന്താ DNA ഒരു DNA കൂടി ഉണ്ടാക്കുക അല്ലേ? റെപ്ലിക്കേഷൻ ഈസ് സെമി കൺസർവേറ്റീവ്. അതെന്താണെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് പ്രപ്പോസ് ചെയ്ത ആൾക്കാർ ആരൊക്കെയാ? വാട്സൺ ക്രിക്ക്. റെപ്ലിക്കേഷൻ ഈസ് സെമി കൺസർവേറ്റീവ്. അത് പ്രപ്പോസ് ചെയ്ത ആൾ വാട്സൺ ക്രിക്ക് ആണ്. എന്താണ് സെമി കൺസർവേറ്റീവ് എന്നൊന്ന് നോക്കാം, ശ്രദ്ധിച്ചു. ഇതൊരു DNA അല്ലേ? ഇതിന് 2 DNA ഉണ്ടായപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ DNA നോക്കി, മേലത്തെ DNA നോക്കിയേ. ഒന്ന് മഞ്ഞ വരാം, അത് പഴയ സ്റ്റാൻഡ്, പഴയതിലുണ്ടായിരുന്നു. ഒന്ന് ചോപ്പ്, അത് പുതിയതാണ്, പുതിയൊരു സ്റ്റാൻഡ് വന്നാണ്. താഴെ നോക്കിയേ, ഇവിടെ ഒന്ന് പഴയത്, ഒന്ന് പുതിയത്. കണ്ടോ? അങ്ങനെ ഉണ്ടാവുന്നതിനാണ് സെമി കൺസർവേറ്റീവ് എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് 1 സ്ട്രാൻഡ് ഈസ്
one strand is old and other strand is new. ഒരു പഴയ സ്ട്രാൻഡും ഉണ്ടാവും, ഇതാണ് പുതിയ ഉണ്ടായ രണ്ടെണ്ണം അല്ലേ. അതിലൊന്ന് പഴയ സ്ട്രാൻഡും ഉണ്ടാവും, ഒന്ന് പുതിയ സ്ട്രാൻഡും ഉണ്ടാവും. ആ കളർ വെച്ചാൽ നമുക്ക് മനസ്സിലാവും അല്ലേ, അത്രേ ഉള്ളൂ. ഇത് പ്രപ്പോസ് ചെയ്തതാണ് ആരടാ, വാട്സൺ ആൻഡ് ക്രിക്ക്. പക്ഷേ ഇത് പ്രൂവ് ചെയ്തത് മിസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ് വഴിയാണ്. ടു പ്രൂവ് റെപ്ലിക്കേഷൻ ഈസ് സെമി കൺസർവേറ്റീവ് എന്ന് പ്രൂവ് ചെയ്തത് മിസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ് ആണ്. അവരിത് ചെയ്ത് ഈക്കോളയിലാണ്. അതേപോലെ വേറൊരു സയൻറ്റിസ്റ്റും ചെയ്തിട്ടുണ്ട്, ടൈലർ ചേട്ടൻ. ഇതൊരു പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ ആണ്, ഇതുവരെ വന്നിട്ടില്ല. ടൈലറും ഇതേ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ചെയ്തത് ഫെബ ബീൻസ് അഥവാ വിസിയ ഫെബ എന്ന് പറയുന്ന ചെടിയിലാണ്. ദാറ്റ് ഈസ് ഇവർ എക്സ്പെരിമെന്റ് നടത്തിയ ഈക്കോളയിലാണ്, ടൈലർ നടത്തിയ ഇതിലാണ്. രണ്ടുപേരുടെയും ലക്ഷ്യം സെയിം ആണ്, ടു പ്രൂവ് റെപ്ലിക്കേഷൻ ഈസ് സെമി കൺസർവേറ്റീവ്. മക്കളെ, ഇതാണ് നമ്മുടെ മിസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ് കേട്ടോ. മിസൽസന്റെയും സ്റ്റാൾ ചേട്ടൻ്റെയും എക്സ്പെരിമെന്റ് ഇതാണ്. ജസ്റ്റ് ഈ ചിത്രം തരും, വേറെ ഒന്നുമില്ല. ഇതിലൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ വരിക, ഇതിൽ സെൻട്രിഫ്യൂഗ് ചെയ്യുന്നുണ്ട്. സെൻട്രിഫ്യൂഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ്റെ പേരാണ് CSCl, സീഷ്യം ക്ലോറൈഡ്. അത് മാത്രം ഒന്ന് നോട്ട് ചെയ്യാം. ജസ്റ്റ് ഈ ഫിഗർ തരും, എന്നിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇത് ആരുടെ എക്സ്പെരിമെൻ്റ് ആണ്, മിസൽസൺ ആൻഡ് സ്റ്റാൾ. ഇത് എന്തിനാണ് നടത്തിയത്, ടു പ്രൂവ് റെപ്ലിക്കേഷൻ ഈസ് സെമി കൺസർവേറ്റീവ്. ഇത് നടത്തിയ ജീവി ഏതാണ്, ഈ കോളായ്. ഇത് സെൻട്രിഫ്യൂഗ് ചെയ്യാൻ ആരെയാണ് ഉപയോഗിച്ചത്, സീഷ്യം ക്ലോറൈഡ്. അല്ലാതെ ഇതിലുപയോഗിച്ച ഒരു സൊല്യൂഷൻ ഉണ്ട്, ദാറ്റ് ഈസ് NH4Cl ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഇതിൽ NH4Cl ഒക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എടാ അങ്ങനെയാണെങ്കിൽ നോക്കടാ, ഏറ്റവും പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ, ദസ് ഈസ് ദ മോസ്റ്റ് പ്രഡിക്റ്റഡ് ക്വസ്റ്റ്യൻ. നോക്കിക്കോ, മെക്കാനിസം ഓഫ് റെപ്ലിക്കേഷൻ. എങ്ങനെയാണ് റെപ്ലിക്കേഷൻ നടക്കുക, ശ്രദ്ധിച്ചോ, ക്ലാസ് ശ്രദ്ധിച്ചോ. റെപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കിക്കോ. DNA തന്നെ ഉണ്ടാക്കുക, നല്ല ശ്രദ്ധിച്ചോ കേട്ടോ. ഒക്കറിൻ എസ് ഫേസ് ഓഫ് സെൽ സൈക്കിൾ. നമ്മളെ സെൽ സൈക്കിൾ ഓർമ്മ ഉണ്ടോ, +1 G1 S G2. അതിൽ എസ് ഫേസിലാണ് എന്ത് നടക്കുക, റെപ്ലിക്കേഷൻ നടക്കുക. ഈക്വലയിൽ റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ടോട്ടൽ 18 മിനിറ്റ് എടുക്കും കേട്ടോ. ഇതിന് വേണ്ട 2 എൻസൈം, എൻസൈറ്റി 2 എൻസൈമിനെ ഫോക്കസ് ചെയ്യുള്ളൂ, അത് പഠിച്ചാൽ മതി. DNA പോളിമറൈസും ലിഗേസും. DNA പോളിമറൈസിൻ്റെ ഫംഗ്ഷൻ എന്താ നോക്കിയേ, ആഡ് പ്രൈമർ, അതായത് കുഞ്ഞു കുഞ്ഞു DNA ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, അങ്ങനെ വിചാരിച്ചാൽ മതി. ഇൻ ഏത് ഡയറക്ഷനാടാ, 5'3' ഡയറക്ഷൻ. ജസ്റ്റ് എൻസൈമിൻ്റെ പേരും ഫംഗ്ഷനും പഠിക്കുക. എൻസൈമാണ് DNA പോളിമറൈസ്, ഫംഗ്ഷൻ ആഡ് പ്രൈമർ ഇൻ 5'3' ഡയറക്ഷൻ. നെക്സ്റ്റ് എൻസൈമാണ് ലിഗേസ്, ടു ജോയിൻ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. എന്താണെന്ന് പിന്നെ മനസ്സിലാവും. ലിഗേസ് ഒട്ടിക്ക ടു ജോയിൻ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. എടാ ഇതാണ് ചിത്രം, ഇത് കണ്ടോ, ഇങ്ങനെ നീല പഴയ സ്ട്രാൻഡ്. ഈ ചോപ്പ് കണ്ടോ, ചോപ്പ് പുതിയ സ്ട്രാൻഡ്. ഈ സ്ട്രാൻഡ് കണ്ടോ, ഇവിടെ ഈ ഡയറക്ഷൻ ഉണ്ടോ, 5'3' ഡയറക്ഷൻ അല്ലേ. ഇത് 5'3' ഡയറക്ഷൻ അല്ലേ. ആ സംഭവം നോക്ക്, ഇത് കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആണ്, ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, കണ്ടിന്യൂസ് സ്ട്രാൻഡ്. അഥവാ അതിന് മറ്റൊരു പേരുണ്ട്, ലീഡിങ് സ്ട്രാൻഡ് എന്നും കൂടി പറയും കേട്ടോ. കണ്ടിന്യൂസ് സ്ട്രാൻഡ് അഥവാ ലീഡിങ് സ്ട്രാൻഡ് എന്ന് പറയും. പക്ഷെ ഇവിടെ കണ്ടോ ഇങ്ങനെ മുറിഞ്ഞ് എടുക്കുന്നത്, അതാണ് ഡിസ്കണ്ടിന്യൂസ് അഥവാ ലാഗിങ് സ്ട്രാൻഡ്. ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ്, ലാഗിങ്. ഈ മുറിഞ്ഞെടുക്കുന്ന പീസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണോ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. മക്കൾ ഇതിൽ പഠിക്കേണ്ട എന്താണ് കേട്ടോ, ഈ ചിത്രം തരും, ഇതെന്താണ്, റെപ്ലിക്കേഷൻ ഫോർക്ക്, ഒരു ട്യൂണിങ് ഫോർക്കൊക്കെ പോലെ അല്ലേ റെപ്ലിക്കേഷൻ ഫോർക്ക്. ഈ 2 സ്ട്രാൻഡുകൾ ഏതൊക്കെയാണ്, ഇത് ലീഡിങ് സ്ട്രാൻഡ്, അത് ലാഗിങ്. ഇതിന് മറ്റൊരു പേര് കണ്ടിന്യൂസ്, അത് ഡിസ്കണ്ടിന്യൂസ്. അത് പിന്നീട് ജോയിൻ ചെയ്യുക ലിഗേസ് ഉപയോഗിച്ചിട്ടാണ്. ഇതിൽ 2 എൻസൈമിൻ്റെ പേര്, ഇത് ഏത് ഫേസിലാണ് നടക്കുക മതി. ഈ ചിത്രം വരയ്ക്കാനും പഠിക്കണേ. ഡയറക്ഷൻസ് ഒന്ന് നോക്കി വെച്ചോ. ഇവിടെ 5'3'3'5'3'5'3'5'3'5'. ആ ഡാഷുകൾ ഇടുന്ന കറക്റ്റ് ഒന്ന് നോക്കി വെച്ചോ, വരയ്ക്കാൻ ചോദിക്കും. എടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രാൻസ്ക്രിപ്ഷനിലേക്ക് പോവാം. റെപ്ലിക്കേഷൻ കഴിഞ്ഞു, ട്രാൻസ്ക്രിപ്ഷൻ ചാപ്റ്ററിൻ്റെ പകുതി ദൂരം പിന്നിട്ടു. കോപ്പിയിങ് ഇൻഫർമേഷൻ ഫ്രം DNA ടു RNA എപ്പോഴും വരുന്നതാണ്. DNA RNA ഉണ്ടാക്കുകയല്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. DNA ഉള്ള ഇൻഫർമേഷനെ RNAയിലേക്ക് കോപ്പി ചെയ്യുക, ആ പരിപാടിയാണ് ട്രാൻസ്ക്രിപ്ഷൻ. നോക്കിയടാ, ദിസ് ഇസ് DNA, ദിസ് ഇസ് RNA. ഇവിടെ യൂസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരിന് RNA പോളിമറൈസ് എൻസൈം. അത് 2 ടൈപ്പ്, യൂക്കാരിയോട്ടിലും പ്രോക്കാരിയോട്ടിലും 2 ടൈപ്പാണ്. RNA പോളിമറൈസ് 1 ഉണ്ട് യൂക്കാരിയോട്ടിൽ, 2 ഉണ്ട്, 3 ഉണ്ട്. അതൊക്കെ ഓരോ ടൈപ്പ് RNA ഉണ്ടാക്കണം. ഇവിടെ ഓക്കെ RRNA, HNRNA, tRNA ഓർ sRNA. എന്നാൽ പ്രോക്കാരിയോട്ടിൽ ഒറ്റ ടൈപ്പ് ഉള്ളൂ RNA പോളിമറൈസ്. അവിടെ 1, 2, 3 ഒന്നുമില്ല. ഇതൊന്ന് നോട്ട് ചെയ്ത് ഒരു 2 മാർക്ക് മാച്ച് ഫോളോയിങ് അടിക്കാം കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത്. എടാ അങ്ങനെയാണെങ്കിൽ മക്കളെ ട്രാൻസ്ക്രിപ്ഷനിൽ യൂണിറ്റ് ഒന്ന് പഠിക്കാം. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സ്ഥലം, ദാറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ്. നോക്ക്, പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, ടെർമിനേറ്റർ, അങ്ങനെ 3 സ്ഥലമുണ്ട്. പ്രൊമോട്ടർ ഇതാണ് ഈ ചിത്രം കണ്ടോ, അത് 3', ഇവിടെ 5', ഇവിടെ 5', ഇവിടെ 3'. ഈ തുടങ്ങുന്ന ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്ന സ്ഥലം
പ്രൊമോട്ടർ, അവസാനിക്കുന്ന സ്ഥലം ടെർമിനേറ്റർ, നടുവിലുള്ള ഭാഗം സ്ട്രക്ചറൽ ജീൻ. അതിന് തന്നെ മേൽഭാഗം ടെംപ്ലേറ്റ് എന്നും താഴ്ഭാഗം കോഡിങ്. ഇതിൽ എല്ലാ പണി എടുക്കുന്ന ആളാണ് ടെംപ്ലേറ്റ്. ഒരു പണി എടുക്കാണ്ട് വെറുതെ പേരുള്ള ആളാണ് കോഡിങ്. കോഡിങ് വലിയ പണിയൊന്നും എടുക്കൂല കേട്ടോ, നല്ല ശ്രദ്ധിച്ചോ. ഈ പാർട്സ് മാർക്ക് ചെയ്യാൻ വരും. ടെംപ്ലേറ്റ് കോഡിങ്ങുള്ള ഡിഫറൻസ് ഒന്ന് നോക്കിയടാ. ടെംപ്ലേറ്റിന്റെ ഡയറക്ഷൻ 3-5-, കോഡിങ്ങിന്റെ ഡയറക്ഷൻ 5-3-. ടെംപ്ലേറ്റ് ആണ് കോഡ് ഫോർ RNA സിന്തസിസ്. RNA ഉണ്ടാവാൻ കോഡ് ചെയ്യുന്ന ആൾ ആരാണ്? ടെംപ്ലേറ്റ്. ഒരു പണി എടുക്കൂല, ഡു നോട്ട് കോഡ് ഫോർ RNA സിന്തസിസ്. ഒരു പണി എടുക്കാത്ത ആളാണ് കോഡിങ് സ്റ്റാൻഡ്. ഒരു 2 പോയിന്റ് ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെച്ചു, വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 3 പോയിന്റ് ചിത്രം മാർക്ക് ചെയ്യുക. ഈ 2 ഡിഫറൻസ്, ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ, ഒരു അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻ. ടെംപ്ലേറ്റിന്റെ ഇതാണെന്ന് വിചാരിച്ചു, ഞാൻ വെറുതെ എഴുതിയാട്ടോ, കൈന്നിട്ട് എഴുതിയാണ്, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. AGGTCCA അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇത് ടെംപ്ലേറ്റ് അല്ലേ, അതിൻ്റെ കോഡിങ് എന്താ വരിക? നേരെ ഇത് DNA അല്ലേ, 2 സ്റ്റാൻഡിലെ DNA അല്ലേ, അങ്ങനെ പഠിച്ചു വെച്ചോ. എൻ്റെ ഓപ്പോസിറ്റ് DNA-ലാണെങ്കിൽ T, DNA ആണ്. എൻ്റെ ഓപ്പോസിറ്റ് T, ജീൻ്റെ ഓപ്പോസിറ്റ് C, തിരിച്ചും ടീൻ്റെ ഓപ്പോസിറ്റ് ജീൻ്റെ. RNA ആണെങ്കിലോ ഒരു സൈഡിൽ A വന്നാൽ, DNA-ൽ A വന്നാൽ അപ്പുറത്ത് T അല്ല ഉണ്ടാവുക, U ആണ് ഉണ്ടാവുക. G ഓപ്പോസിറ്റ് C ആണ് വരിക. അത് കറക്റ്റ് തന്നെയാണ്. എൻ്റെ U ആവുന്നുള്ളൂ RNA-ൽ. അങ്ങനെയാണെങ്കിൽ നോക്ക്, ടെംപ്ലേറ്റ് തന്നിട്ടുണ്ട്. ഇതാ ടെംപ്ലേറ്റ് തന്നിട്ടുണ്ട്. ഈ കോഡിംഗ് ആണ് ചോദിച്ചത്. DNA അല്ലേ, ഇത് DNA ആണ്, ഇവിടെ RNA ഉണ്ടാക്കിയിട്ടില്ല. കോഡിംഗ് ഈസ് DNA, കോഡിംഗ് DNA-ൻ്റെ പാർട്ടാണ്. ഞാൻ പറയാം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയാം. എൻ്റെ ഓപ്പോസിറ്റ് കണ്ടോ, ഇവിടെ 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 ഓക്കെ. എൻ്റെ ഓപ്പോസിറ്റ് T, ജീൻ്റെ ഓപ്പോസിറ്റ് C, ജീൻ്റെ ഓപ്പോസിറ്റ് C, ടീൻ്റെ ഓപ്പോസിറ്റ് A. കണ്ടോ, അടുത്ത സിൻ്റെ ഓപ്പോസിറ്റ് G, സിൻ്റെ ഓപ്പോസിറ്റ് G, എൻ്റെ ഓപ്പോസിറ്റ് T. കിട്ടിയോ? പക്ഷെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ, mRNA എഴുതാൻ. ഒരു ട്രിക്കാണ്, കൺസെപ്റ്റ് അല്ല, ട്രിക്കാണ്, ശ്രദ്ധിച്ചോ. കോഡിങ് എഴുതിയില്ലേ, അതിൽ T ഇല്ലേ, T മാത്രം മാറ്റുക. ഈ T U ആക്കി, ഈ Tയും U ആക്കി. ഇനി കോഡിങ് ഇല്ലേ, അത് അതേപോലെ താഴോട്ടെടുത്ത് എഴുതാം. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഈ ട്രിക്കിൽ പഠിച്ചാൽ മതി. എഴുതാൻ പഠിക്കണം, നോട്ട് ചെയ്ത് വെച്ചോ. എടാ, ഒരു ചെറിയൊരു കൺസെപ്റ്റാണ് സിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സെഗ്മെൻറ്റ് ഓഫ് DNA. അതായത് ഒരു DNA ഉണ്ട്, അതിലൊരു ഭാഗം, DNA ഒരു ചെറിയ ഭാഗം, കോഡ് ഫോർ പോളിപെപ്റ്റൈഡ്. പോളിപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീനൊക്കെ. DNA-ൻ്റെ ഒരു ഭാഗം, അതിൽ പ്രോട്ടീൻ ഉണ്ടാക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ഒരു ഭാഗത്തിന് നമ്മൾ വിളിക്കുന്നതാണ് സിസ്ട്രോൺ. അത് 2 ടൈപ്പ് ഉണ്ട്, മോണോസിസ്ട്രോണും ഉണ്ട് മോണോസിസ്ട്രോൺ യൂക്കാരിയോട്ട്, പോളിസിസ്ട്രോൺ പ്രോക്കാരിയോട്ട്. മോണോസിസ്ട്രോണിന് 2 ഘടകങ്ങളുണ്ട്, എക്സോണും ഇൻട്രോണും. എക്സോൺ ഈസ് എക്സ്പ്രസ്ഡ് സീക്വൻസ്, അതായത് നമുക്ക് ആവശ്യമുള്ള സീക്വൻസ്. എല്ലാത്തിലും അങ്ങനെ ഉണ്ടാവും. ഈ മോണോസിസ്ട്രോണിൽ 2 ആളുണ്ട്, എക്സോണും ഉണ്ട്, ഇൻട്രോണും ഉണ്ട്. നല്ലോനും ഉണ്ട്, ചീത്തോനും ഉണ്ട്. നല്ലോനും നമ്മൾ വിളിക്കും എക്സ്പ്രസ്ഡ് സീക്വൻസ്, നമുക്ക് ആവശ്യമില്ലാത്ത സീക്വൻസിനെ വിളിക്കും ഇൻട്രോൺ, ഇൻറ്ററപ്റ്റഡ് സീക്വൻസ്. ജസ്റ്റ് നോട്ട് ചെയ്താൽ മതിയെ. ക്വസ്റ്റ്യൻ ഇതാണ്, മോണോസിസ്ട്രോണിൽ എക്സ്പ്രസ്ഡ് സീക്വൻസ് ആരാണ്? എക്സോൺ. ഇൻറ്ററപ്റ്റഡ് സീക്വൻസ് ആരാണ്? ഇൻട്രോൺ. അത്ര മാത്രമേ ഇവിടെ പഠിക്കേണ്ടുള്ളൂ. എടാ, ഇനി ഒരു ദമ്മ് ടോപ്പിക്കാണ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോകാരിയോട്ട്. എൻ്റെ കൂടെ നിന്നോ, അല്ലെങ്കിൽ ഇത് കത്തൂല, കിണ്ണം കാച്ചിയ സാധനമാണ് കേട്ടോ. കിണ്ണം കാച്ചി പറഞ്ഞാൽ കിടക്കാച്ചി കിറുമാണി പെർമാണി സാധനമാണ്, നല്ല ശ്രദ്ധിച്ചു. പ്രോകാരിയോട്ടിലുള്ള ട്രാൻസ്ക്രിപ്ഷൻ, ഇതൊരു DNA ആണ്. ആദ്യം ഈ സൈറ്റ്, ഈ ഒരു സൈറ്റ് ഇത് ഞാൻ P സൈറ്റ് എന്ന് വിളിച്ചു, പ്രൊമോട്ടർ. അവസാനിക്കുന്ന ഭാഗം T സൈറ്റ്, ടെർമിനേറ്റർ. P സൈറ്റിലൊരു എൻസൈം വന്ന് ചാടി. P സൈറ്റിൽ ആര് വന്ന് കുടുങ്ങി? എൻസൈം. പേര് ഞാൻ പറയണ്ട, RNA പോളിമറൈസ്. അപ്പോൾ സംഭവം തുടങ്ങൂല. അതിൻ്റെ കൂടെ ഒരു ഫാക്ടറും കൂടി വരണം. ഇവൻ വന്നു. ഈ ഫാക്ടറിൻ്റെ പേരാണ് സിഗ്മ ഫാക്ടർ. എന്ത് ഫാക്ടറാണടാ? സിഗ്മ ഫാക്ടർ. ഒന്നും കൂടി ശ്രദ്ധിച്ചോ. ട്രാൻസ്ക്രിപ്ഷൻ പ്രോകാരിയോട്ടാണ്. തുടങ്ങുന്ന ഭാഗം P സൈറ്റ്, അവസാനിക്കുന്ന ഭാഗം T സൈറ്റ്. പ്രൊമോട്ടർ, ടെർമിനേറ്റർ, ഇടയിൽ സ്ട്രക്ചറൽ ജീൻ, മുന്നേ പറഞ്ഞാണ്. അപ്പോൾ ഈ P സൈറ്റിൽ ആര് വന്നു? RNA പോളിമറൈസ് വന്നു. അതിൻ്റെ കൂടെ ആരും കൂടി ബൈൻഡ് ചെയ്തു? സിഗ്മ ഫാക്ടർ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങി. ഫസ്റ്റ് സ്റ്റെപ്പ് ഇനീഷ്യേഷൻ. പറയടാ, ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങി. ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ പേര് ഇനീഷ്യേഷൻ. ഇനി RNA പോളിമറൈസ് എൻസൈം ഇല്ലേ, ഇതിൽ കൂടി ഇങ്ങനെ നീങ്ങും. ഓക്കെ, ഈ എൻസൈം ഇതിൽ കൂടി ഇങ്ങനെ നീങ്ങും. ദാറ്റ് ഈസ് ഇലോങ്ങേഷൻ. ആ സമയത്ത് ഇവിടുന്ന് ഒരു mRNA എങ്ങനെ ഉണ്ടായി വരും കേട്ടോ. ആരാടാ ഉണ്ടായി വരുന്നത്? mRNA ഉണ്ടായിട്ട് അങ്ങനെ താഴോട്ട് വരുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മുടെ നായകൻ RNA പോളിമറൈസ് ഇവിടെ എത്തി. RNA പോളിമറൈസ്
ടി സൈറ്റിലെത്തി. അപ്പോൾ അവിടെ വെച്ച് അവൻ കണ്ടു റോ ഫാക്ടർ. ഇവന്റെ പേരാണ് റോ ഫാക്ടർ, അവസാനിപ്പിക്കുന്ന ടെർമിനേറ്റിംഗ് ഫാക്ടർ. ഇനീഷ്യേറ്റിംഗ് ഫാക്ടർ സിഗ്മ, അവസാനിപ്പിക്കുന്ന ഫാക്ടർ റോ ഫാക്ടർ. അപ്പോൾ അവിടെ നടന്നു ടെർമിനേഷൻ. 3 സ്റ്റെപ്പ് പഠിക്കാനുള്ളൂ ഭായി. ട്രാൻസ്ക്രിപ്ഷൻ പ്രോകാരിയോട്ട് പഠിച്ചോ. ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇനീഷ്യേറ്റിംഗ് ഫാക്ടർ സിഗ്മ ഫാക്ടർ, ടെർമിനേറ്റിംഗ് ഫാക്ടർ റോ ഫാക്ടർ. ഏത് എൻസൈമാണ് ഉപയോഗിച്ച്? RNA പോളിമറൈസ്. അത് ഇവിടെ ഒന്ന് ബൈൻഡ് ചെയ്തു, ദീ കൂടി മൂവ് ചെയ്തു, ഇവിടെ എത്തിയപ്പോൾ ടെർമിനേറ്ററിൽ റോ ഫാക്ടർ ഒന്ന് ബൈൻഡ് ചെയ്തു. ഒന്ന് ശ്രദ്ധിച്ചു പഠിച്ചോ വരാം. ഇതിൻ്റെ NCERT തന്ന ചിത്രം ഇതാണ്. ഈ 3 സ്റ്റെപ്പുകൾ ഇതായിരിക്കും പരീക്ഷയ്ക്ക് തരാം. ഇതിനെക്കുറിച്ച് ഒന്ന് എഴുതാൻ പറയും. ഓക്കെ, ഈ ഫാക്ടറുകൾ ഒന്ന് നോട്ട് ചെയ്തു. കണ്ടോ ഇത്രയേ ഉള്ളൂ. ഇതൊന്നും വേറെ ഒരു തേങ്ങയില്ല. ഓക്കെ എടാ, ഇനിയാണ് ദ ലെജൻഡ് ട്രാൻസ്ക്രിപ്ഷൻ യൂക്കാരിയോട്ട്. നിങ്ങളുടെ ക്രിസ്മസിനും മോഡലിനും ഒക്കെ വന്നിട്ടുണ്ടാവുന്ന സാധനങ്ങൾ. ട്രാൻസ്ക്രിപ്ഷൻ യൂക്കാരിയോട്ട്. DNA എന്തായി മാറി? RNA ആയി മാറി. എല്ലാവർക്കും അറിയാം. ഇവിടെ യൂസ് ചെയ്ത എൻസൈം RNA പോളിമറൈസ്. അതിലൊന്നും ഒരു തർക്കവും ആർക്കുമില്ല. പക്ഷേ ഇവിടെ ഉണ്ടായി ഈ RNA എന്താ വിളിക്കുക അറിയോ? HNRNA എന്നാണ് വിളിക്കുക കേട്ടോ. ഹെട്രോജീനസ് RNA. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അതിൽ എക്സോണും ഉണ്ടാവും ഇൻട്രോണും ഉണ്ടാവും. നമ്മൾ പഠിച്ചു എക്സോൺ ആവശ്യമുള്ളത് എക്സ്പ്രസ്ഡ് സീക്വൻസ്, ഇൻട്രോൺ ആവശ്യമില്ലാത്തത് ഇൻട്രപ്റ്റഡ് സീക്വൻസ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആവശ്യമില്ലാത്തതിനെ കളയണ്ടേ? ഇൻട്രോൺ വെള്ള വൈറ്റ് കളയണ്ടേ? കളഞ്ഞു. ദാ എക്സോൺ മാത്രം. ഓക്കെ, ഇതിന് 3 സ്റ്റെപ്പുള്ളത്. സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ്. എപ്പോഴും വരാറുണ്ട് കേട്ടോ. സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഇൻട്രോൺ. കണ്ടോ, ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യുക, റിമൂവൽ ഓഫ് ഇൻട്രോൺ. ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആഡ് മീഥൈൽ GTP ഓൺ 5' പറയടാ. ആഡ് ചെയ്യുക. എന്തിനാ? മീഥൈൽ GTP. ഇതാ ഇവിടെ ദിസ് ഈസ് 5' ആൻഡ് ദിസ് ഈസ് 3' ആൻഡ് ഇവിടെ ഒരു മീഥൈൽ GTPനെ ആഡ് ചെയ്യുക, MGTP. അതിന് വിളിക്കുക, ഒരു തൊപ്പിട്ടെടുക്കുക, ക്യാപ്പ് ചെയ്യുക. അതിന് വിളിക്കുന്ന പേരാണ് ക്യാപ്പിംഗ്. തൊപ്പിട്ടാൽ എന്തും കൂടി വെക്കണം? വാല്, ടൈലിംഗ്. എന്താ നോക്കിക്കോ, ആഡ് പോളി എ ടെയിൽ ഓൺ 3' പറയടാ. പോളി എ അഡിനിൻ ആട്ടോ. ഇതാ ഇവിടെ ഒരു എ ടെയിൽ വെച്ച് കൊടുത്തു. പോളി എ. പോളി പറഞ്ഞാൽ കുറേ. പോളി കുറേ എന്ന് പറഞ്ഞാൽ 200 to 300 ഉണ്ടാവും കേട്ടോ. 200 300 എ അഡിനിൻ ഇവിടെ മൂട്ടിൽ വെച്ച് കൊടുത്തു. ഒന്നുമില്ല, തലയിൽ MGTP വെച്ച് കൊടുത്തു, മൂട്ടിൽ പോളി എ ടെയിൽ ഇട്ട് കൊടുത്തു. ദാറ്റ്സ് ഓൾ. ഈ 3 സ്റ്റെപ്പ്. ഇപ്പോൾ ഉണ്ടായ ചൊർക്ക്, ഈ സുന്ദര കുട്ടപ്പനെ ഇപ്പോൾ നമുക്ക് വിളിക്കാം mRNA. അപ്പോൾ പറയടാ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ട്രാൻസ്ഫർ HNRNA ടു mRNA? സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ്. 2.5 ചോദിക്കുള്ളൂ. സ്പ്ലൈസിങ്ങോ ക്യാപ്പിംഗ് എന്താ എഴുതിക്കോ. ദാ ഈ സെൻറ്റൻസ് ഇതേപോലെ അങ്ങ് എഴുതി വെച്ചെടുത്താൽ മതി കേട്ടോ. വേറെ ഒന്നും എഴുതണ്ടേ, ധാരാളമാണ്. ഇതിൻ്റെ ചിത്രം ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, ഇതായിരിക്കും ഇതിൻ്റെ ചിത്രം വരിക. നമ്മൾ ക്യാപ്പിങ്, സ്പ്ലൈസിങ്, ടെയിലിൻ്റെ ഭാഗം കണ്ടോ? ആ പരിപാടിയൊക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെ എക്സോൺ ഇൻട്രോണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും ചിത്രം വരിക. സാറ് കാണിച്ചാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ചിത്രം പഠിച്ചു വെച്ചാൽ മതിയോ? പരീക്ഷയ്ക്ക് ഇത് കാണുമ്പോൾ ഇതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എടാ, ജനറ്റിക് കോഡുകളെ കുറിച്ച് പഠിക്കാണ്ട്. ഇനിയൊക്കെ സിമ്പിളാണ്. പരിപാടി ചെയ്യും. ജനറ്റിക് കോഡ് ഒന്നുമില്ല മക്കൾ, ഒന്നുകൂടെ ശ്രദ്ധിച്ചടാ. അതായത് ഇങ്ങനെ കുറേ കോഡുകളുണ്ട്. നമ്മൾ AUGC ഒക്കെ ആൾക്കാരില്ലേ? ഇങ്ങനെ 4 ആൾക്കാരില്ലേ? AUGC. ഈ 4 അഡിനിൻ, യുറാസിൽ, ഗാനിൻ, ബേസ് പേസ്, ഇവരുപയോഗിച്ചിട്ട് 3 കോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുണ്ടോ 3? ഇതിൽ 4 ആളും വരാം, ഇതിൽ ആരും വരാം. കണ്ടോ? അങ്ങനെ ടോട്ടൽ 64 കൊഡോൺസ് ഉണ്ട്. ഇത് കണ്ടുപിടിച്ചാൽ ജോർജേട്ടനാണ് കേട്ടോ, ജോർജ് ഗമോ. ടോട്ടൽ 64 കൊഡോൺസ് ഉണ്ട്. ഇവരെ പരിപാടി അമിനോ ആസിഡിനെ കൊണ്ടുവരിക. ഓരോരുത്തർ AUG, AUU, UUU എല്ലാവരും സ്കൂളിലൊക്കെ കേട്ടിട്ടുണ്ടോ? അവർ വിളിക്കുന്ന വാക്കാണ് ജനറ്റിക് കോഡ്. ഞാൻ ഈ പറയണ ഒന്ന് പഠിക്കുക. കൊഡോൺസ് ആർ ട്രിപ്ലെറ്റ്. അങ്ങനെ പറഞ്ഞാൽ 3 3 3 ആയിട്ടുണ്ടാവും. 64 ടോട്ടൽ ഉണ്ട്. അതിൽ 61 കോഡ് ഫോർ അമിനോ ആസിഡ്സ്, 3 വേസ്റ്റ്. എല്ലാത്തിലും ഒരു 3 വേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടാവും ഒരു 3 വേസ്റ്റ്. 3 കോഡ് ഫോർ സ്റ്റോപ്പ് കൊഡോൺ. 3 സ്റ്റോപ്പ്, നിർത്താൻ. അതായത് അവർക്ക് അമിനോ ആസിഡിനെ കൊണ്ടുവരിക അങ്ങനത്തെ പണിയൊന്നും അറിയില്ല. ഒരു വെറുതെ ഇരിക്കുക. സ്റ്റോപ്പ് കൊഡോൺ എല്ലാം നിർത്താനുള്ള ആൾക്കാരാണ്. കൊഡോൺസ് ആർ യൂണിവേഴ്സൽ ആണ് ഇവർ. എന്ന് പറഞ്ഞാൽ പട്ടിക്കും പൂച്ചക്കും ബാക്ടീരിയക്കും മനുഷ്യൻക്കും എല്ലാം ഇത് സെയിം ആണ്. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്, പ്രോട്ടോസോവൻസ്. വേണമെങ്കിൽ ഒരു റയർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. പ്രോട്ടോസോവൻസ് നോട്ട് ചെയ്തോ. നെക്സ്റ്റ്, ആരുടെ സ്റ്റാർട്ട് കോഡോൺ? തുടങ്ങാൻ ഒരാൾ വേണ്ടേ? എല്ലാം തുടങ്ങി വെക്കാൻ ഒരാൾ വേണം. സ്റ്റാർട്ട് കോഡോൺ AUG മറക്കണ്ട. കോഡ് ഫോർ മെത്തിയോനൈൻ. അവൻ്റെ അമിനോ ആസിഡിൻ്റെ പേരാട്ടോ മെത്തിയോനൈൻ.
നോക്കിയേ സ്റ്റോപ്പ് കോഡോൺ ആരൊക്കെ UAA UAG UGA അങ്ങനെ പലതും പറയാറുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിക്കുക. UAA UAG UGA എന്തെങ്കിലും പഠിച്ചു വെച്ചോ. സ്റ്റോപ്പ് കോഡോൺ സ്റ്റാർട്ട് കോഡോൺ വന്നിരിക്കും വന്നിട്ട് എഴുതാതെ പോണ്ട. അച്ഛങ്ങ എത്രയും പറഞ്ഞതല്ലേ, എന്നാ പഠിച്ചു വെച്ചോ ജനറ്റിക് കോഡോൺസ്. എടാ നെക്സ്റ്റ് tRNA ചിത്രം നോക്കാം. അഡാപ്റ്റർ മോളിക്യൂൾ എന്നൊക്കെ വിളിക്കും. ആദ്യം ഇവിടെ ശ്രദ്ധിക്കുക. tRNA 2 ഡയമെൻഷനിൽ എങ്ങനെയാണ് ഷേപ്പ്? ക്ലോവർ ലീഫ് ഷേപ്പ്. നമ്മളെ ചീട്ടൊക്കെ ഇല്ലേ, ചീട്ട് അതിലേക്കല്ലേ ക്ലോവർ, ആ സാധനം കേട്ടോ. 3 ഡയമെൻഷനിൽ എങ്ങനെ ഇരിക്കുക? ഇൻവേർട്ടഡ് എൽ ഷേപ്പ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ tRNA 3' എൻഡിൽ ഒരു SCR എന്നൊരു എക്സാമ്പിൾ കൊടുത്താണ്. അമിനോ ആസിഡ് ആണ് ഉണ്ടാവുക കേട്ടോ. സാർ ഇതിനെ കണ്ട് വിചാരിക്കുന്നു. അമിനോ ആസിഡ്. ഈ മറ്റേ ഓപ്പോസിറ്റ് ഭാഗത്ത് ആൻറ്റി കൊഡോൺസ് ഉണ്ടാവും കേട്ടോ. അതായത് കൊഡോൺസിനെതിരെ. അതായത് mRNA ഇല്ലേ, അതിൽ ഇപ്പം AUG ആണ് വന്നതായിരിക്കും. mRNAയിൽ AUG അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാ വരിക? U. ആ എൻ്റെ ഓപ്പോസിറ്റ് യുവിൻ്റെ ഓപ്പോസിറ്റ് A, ജീൻ്റെ ഓപ്പോസിറ്റ് C. അതാണ് ഉദ്ദേശിച്ചത്. ആൻറ്റി കോഡോൺ അവിടെ ഓപ്പോസിറ്റ് വരാം കേട്ടോ. അത്രേ ഉള്ളൂ. അത് വെച്ച് ക്വസ്റ്റ്യൻസ് വരാം. എടാ നോക്കിയേ ഫംഗ്ഷൻ ഓഫ് RNA. 3 RNAകളുടെ ഫംഗ്ഷനും നോക്കിയടാ. RNA കാറ്റലിസ്റ്റ് ആയിട്ട്, mRNA മെസ്സഞ്ചർ, ഇത് റൈബോസോമലാണ്, ഇത് മെസ്സഞ്ചർ എന്തായിട്ട് ആക്ട് ചെയ്യുക? ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാക്കലോനെ നോക്കിയിട്ടാണ്. ഓക്കെ. tRNA ബ്രിങ് അമിനോ ആസിഡിനെ കൊണ്ടുവരുന്ന ആളാണ് tRNA. ഇത് അത്യാവശ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എടാ എന്നാ നോക്കിക്കോ. ട്രാൻസ്ലേഷനാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങളുടെ പല പരീക്ഷകൾക്കും വന്നു കഴിഞ്ഞു ട്രാൻസ്ലേഷൻ. അതിൽ 4 സ്റ്റെപ്പിൻ്റെ പേരൊന്ന് പഠിച്ചേ. ചാർജിങ് ഓഫ് tRNA ഓർ അമിനോ അസൈലേഷൻ ഓഫ് tRNA. ഒന്നാമത്തെ ചാർജിങ്, അതായത് ATP കൊടുക്കുക, എനർജി കൊടുക്കുക. അടുത്ത 3 സ്റ്റെപ്പ് എല്ലാവർക്കും അറിയാം. ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് കേട്ടോ. ഇതൊരു mRNA, ഇതൊരു റൈബോസോമാണ്. ലാർജർ യൂണിറ്റും സ്മോളർ യൂണിറ്റും. ഇതൊരു mRNA. കുറേ സീക്വൻസ് ഉണ്ട്. ഇത് എപ്പോഴാണ് ട്രാൻസ്ലേഷൻ തുടങ്ങുക അറിയോ? ഈ mRNAയിൽ സ്റ്റാർട്ട് കോഡോൺ വരുമ്പോൾ നോക്കടാ AUG സ്റ്റാർട്ട് കോഡോൺ. അപ്പോൾ tRNA അല്ലേ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണ്. tRNA വരും, അവൻ്റെ തലയിലൊരു അമിനോ ആസിഡ് ഉണ്ടാവും, അമിനോ ആസിഡ് 1. അത് ഓനിവിടെ ആൻറ്റി കോഡോൺ ലൂപ്പ് ഉണ്ടാവും. ഓ പറന്ന് വരും, കണ്ടോ ഇത് അവിടെ വന്നു. താരടാ tRNA ഇത് അവനായിട്ട് ബോണ്ട് ചെയ്തു. മക്കൾക്ക് പറയാൻ പറ്റുമോ AUG ഏതായിട്ട് ബോണ്ട് ചെയ്യുക? tRNA ബോണ്ട് പറഞ്ഞത് എൻ്റെ ഓപ്പോസിറ്റ് യുവിൻ്റെ ഓപ്പോസിറ്റ് A, ജീൻ്റെ ഓപ്പോസിറ്റ് C. കണ്ടോ ഇങ്ങനെ ബോണ്ട് ചെയ്തു. പിന്നെ തലയിൽ ആരുണ്ട്? അമിനോ ആസിഡ് 1. അടുത്ത tRNA പാറി വരും, കണ്ടോ tRNA പാറി വന്നു. അതിൻ്റെ തലയിൽ അമിനോ ആസിഡ് 2. അങ്ങനെ കുറേ ഉണ്ടാവില്ലേ? കുറേ ഉണ്ടാവും. ഇവർക്കിടയിൽ നല്ല ശ്രദ്ധിച്ചോ, ഇവർക്കിടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവും. എന്ത് ബോണ്ട് ഉണ്ടാവും ഇവിടെ? പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവും. മക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അമിനോ ആസിഡുകൾക്കിടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടായി. കുറേ അമിനോ ആസിഡ് വെച്ചു, ഇടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടായി, പ്രോട്ടീനായി. ആ പ്രോസസ്സിന് വിളിക്കുന്ന വാക്കല്ലേ ട്രാൻസ്ലേഷൻ. mRNA പ്രോട്ടീൻ ഉണ്ടാക്കുക. ഇത്രേ ഉള്ളൂ സ്റ്റെപ്പ്. ഇത് പഠിച്ചാൽ മതി. tRNA വരുന്നു, അതിൻ്റെ തലയിൽ അമിനോ ആസിഡ് ഉണ്ടാവും, അവർക്കിടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവും. ദാറ്റ്സ് ഓൾ. കുറേ ഉണ്ടാവും. ലാസ്റ്റിലൊക്കെ പാടെ റിലീസ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് സ്റ്റെപ്സ്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ പേരെന്ന് വായിച്ചേ. ചാർജിങ് ഓഫ് tRNA. അതിന് പറഞ്ഞാൽ ATP കൊടുക്കുകയാണ് കേട്ടോ, എനർജി കൊടുക്കലാണ്. ഓക്കെ, ഇത്ര മാത്രം. ഇതിലൊരു പ്രശ്നം, ഇത് എപ്പോഴാണ് നിൽക്കുക? സ്റ്റോപ്പ് കോഡോൺ വരുമ്പോൾ UAA. ഈ സ്റ്റാർട്ട് കോഡോണ് മുന്നേ ഉള്ള ഭാഗമല്ലേ, സ്റ്റോപ്പ് കോഡോണിന് ശേഷമുള്ള ഭാഗമല്ലേ, ഈ ഭാഗങ്ങൾ നമുക്ക് വിളിക്കാം UTR, അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. ഇതിൻ്റെ പരിപാടി ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ലേഷൻ. ഓക്കെ, UTRൻ്റെ ഫംഗ്ഷൻ ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ലേഷൻ. UTR ഫുൾ ഫോം നോക്കി വെച്ചോ. അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. ബിഫോർ സ്റ്റാർട്ട് കോഡോൺ, ആഫ്റ്റർ സ്റ്റോപ്പ് കോഡോൺ ആണ് സാധനം. നോട്ട് ചെയ്തോ, അതൊക്കെ അത്ര മതിയോടോ. ഇനി റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. ഇത് എപ്പോഴും വരുന്നതാണ്. പല ലെവലിൽ തടഞ്ഞു വെക്കാൻ പറ്റും, റെഗുലേറ്റ് ചെയ്യാം, തടഞ്ഞു വെക്കാം. ഏതൊക്കെ ലെവലാണ്? ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, സ്പ്ലൈസിങ്, ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. ഈ ലെവലിലൊക്കെ നമുക്ക് ഇതിനെ തടഞ്ഞു വെക്കാൻ പറ്റും. അത്രേ ഉള്ളൂ, അതൊന്നും വലിയ കാര്യമില്ല. ഇനി ഇത്തവണത്തെ ദ മോസ്റ്റ് പ്രഡിക്റ്റഡ് ക്വസ്റ്റ്യൻ, ലാക്കോപ്രോൺ. ഇതും കൂടെ എനിക്ക് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. പ്രപ്പോസ്ഡ് ബൈ ജേക്കബ് ആൻഡ് മോനോഡ്സ്. ഇത് ഏത് ലെവലാണെന്ന് ചോദിച്ചാൽ ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ. ഇതിൽ P എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ജീനുണ്ട്. അതിന് ഫുൾ ഫോം പഠിക്കും. പ്രൊമോട്ടർ. I ഇൻഹിബിറ്റർ. O ഓപ്പറേറ്റർ. Z ജീൻ ഉണ്ട്, അത് എന്താ റിലീസ് ചെയ്യണത്? ബീറ്റാ ഗാലക്ടോസിഡേസ്. Y ജീൻ റിലീസ് പെർമിയേസ്. A ജീൻ റിലീസ് ട്രാൻസ് അസറ്റൈലേസ്. ഇതിൻ്റെ രണ്ടിന് ഫംഗ്ഷൻ നോക്കി വെച്ചോ. ജസ്റ്റ് ഇതിന് രണ്ടിന് ഫംഗ്ഷൻ, ഡൈജഷൻ ഓഫ് ലാക്ടോസ്, ഇൻക്രീസ് പെർമിയബിലിറ്റി ഓഫ് ബീറ്റാ ഗാലക്ടോസിഡേസ് ടു സെൽ. അതാണ് പിന്നെ ഫംഗ്ഷൻ. ഇതിൽ ഒരാളും കൂടി പഠിക്കാണ്ട്, ആരാണ് ഇവിടെ ഇൻഡ്യൂസർ എന്ന് ചോദിക്കും.
ഇൻഡ്യൂസർ. ആരാണ് ഇവിടെ ഇൻഡ്യൂസർ എന്ന് ചോദിച്ചാൽ ലാക്ടോസ്. എന്തുകൊണ്ടാണ് ലാക്ടോസ് ഇൻഡ്യൂസർ ആയത് എന്ന് ചോദിച്ചാൽ ക്യാൻ സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ദിസ് ലാക്ടോപ്രോണിനെ ഓൺ ആക്കണോ ഓഫ് ആക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ദ ഇൻഡ്യൂസർ ലാക്ടോസ് ആണ്. ഇത്രയൊന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് പഠിക്കണം. ഇത് പഠിക്കാതെ ഞാൻ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ലാക്ടോപ്രോൺ എന്ന് പറഞ്ഞാൽ ഈ പേരെടുത്ത് കാണാതെ പഠിക്കുക. കൺസെപ്റ്റ് അടുത്ത് വരുന്നേ ഇതാദ്യം കാണാതെ പഠിക്കുക. എടാ ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റുള്ള 2 ചിത്രം. ആദ്യൊരു കാര്യം പറയട്ടെ, ഈ ചിത്രം വരക്കാനും കൂടി ഒന്ന് പഠിക്കണം. വരക്കാൻ വരാറുണ്ട്. ആദ്യം മേലത്തെ ചിത്രം മാത്രം നോക്കണേ. നമ്മൾ ശ്രദ്ധിച്ചോ, ഇതിൽ കൂടെ ഒരു എൻസൈം പോണ്. ഒരു എൻസൈം ആർനെ പോളിമറൈസ് ഒരു എൻസൈം പോണ്. ഐ ഇൻഹിബിറ്റർ ആണ്. അപ്പോൾ ഐ എന്നൊരു ആർനെ ഉണ്ടായി, റെപ്രസർ ആർനെ. ഒരു പ്രോട്ടീൻ ഉണ്ടായി, റെപ്രസർ പ്രോട്ടീൻ. ഇത് പ്രോട്ടീനാണ്, ഒരു റെപ്രസർ പ്രോട്ടീൻ ആണെന്ന് വിചാരിച്ചു. ഈ ചങ്ങായി എവിടെ പോയി അടഞ്ഞി? ഈ ചങ്ങായി നേരെ ഓപ്പറേറ്ററിൽ പോയി അടഞ്ഞി. ഓപ്പറേറ്റർ ഇനി ഇവിടുന്ന് പറഞ്ഞ എൻസൈമിന് ഇതിൽ കൂടി കടന്നു പോകാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ റെപ്രസർ പോയിട്ട് ഓപ്പറേറ്ററിൽ അടഞ്ഞു. അപ്പോൾ ZY ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ? അവിടേക്ക് ഈ എൻസൈം, ഈ റെഡ് വരച്ച എൻസൈമിന് വരാൻ പറ്റുമോ? ഇല്ല. അത്രേ ഉള്ളൂ. അപ്പോഴാണ് നമ്മുടെ നടൻ വന്നത്. ആര്? ഇൻഡ്യൂസർ. ആരുടെ ഇൻഡ്യൂസർ? ലാക്ടോസ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോട്ടോ. ലാക്ടോസ് വന്നിട്ട് ആരെ ബൈൻഡ് ചെയ്തു? റെപ്രസർ. കണ്ടോ? റെപ്രസറിനെ ആര് ബൈൻഡ് ചെയ്തു? ലാക്ടോസ് വന്ന് കെട്ടിപ്പിടിച്ചു. ലാക്ടോസ് റെപ്രസറിനോട് പറഞ്ഞു, അയ്യോ ചേട്ടാ പോവല്ലേ, അയ്യോ ചേട്ടാ പോവല്ലേ. ലാക്ടോസ് റെപ്രസറിനെ കല്യാണം കഴിച്ചടാ, റെപ്രസറിനെ കെട്ടിപ്പിടിച്ചു. ഇനി റെപ്രസറിന് ഓപ്പറേറ്ററിൽ പോയി ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഓനക്ക് ഇവിടെ പെണ്ണുണ്ട്. ഇല്ല. റെപ്രസറും ലാക്ടോസും അപ്പോൾ ഓപ്പറേറ്റർ കാലിയായി. ഇല്ലേ? അപ്പം നമ്മളെ എൻസൈം ഇല്ലേ, അവൻ ഈ കൂടി ഇങ്ങനെ കടന്നുപോയി. ഓക്കെ. അപ്പം ZY ഓരോ എൻസൈംസ് ഉണ്ടായി. Is it clear? അപ്പോൾ പറയടാ, ഈ പരിപാടി ഓൺ ആക്കിയത് ആര് വന്നപ്പോഴാണ്? ഇൻഡ്യൂസർ വന്നപ്പോൾ. ഓക്കെ. എൻ്റെ മക്കൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് കേട്ടോ. ഹൂ ഈസ് ഇൻഡ്യൂസർ? ആരാണ് ലാക്ടോപ്രോൺ കണ്ടുപിടിച്ചത്? P എന്താണ്? I എന്താണ്? O എന്താണ്? ZY എന്തൊക്കെയാണ് റിലീസ് ചെയ്യുക? അതിൽ 2 എൻസൈംസിൻ്റെ ഫങ്ഷൻസ് അതേ NCERT പറയുന്നുള്ളൂ. നെക്സ്റ്റ് ഈ 2 ചിത്രവും വരയ്ക്കാനൊന്ന് പഠിക്കുക. ദാറ്റ്സ് ഓൾ. അതിലപ്പുറം വേണ്ട. മക്കളെ, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ഒരു വലിയ പ്രൊജക്റ്റാണ്, മെഗാ പ്രൊജക്റ്റാണ്. കാരണം 9 ബില്യൺ ടോട്ടൽ കോസ്റ്റ് ഉണ്ട്. കുറേ രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഇതിന് 2 മെത്തഡോളജി ഉണ്ട്. വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. മെത്തേഡ്സ് ഉണ്ട് ഇത് ചെയ്യാൻ. ഒന്ന് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്, ESTS എന്നൊക്കെ പറയൂ കേട്ടോ. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. 2 സീക്വൻസ് അന്നോട്ടേഷൻ. ഇങ്ങനെ 2 മെത്തേഡ്സ് ഉണ്ട് എന്ന് നോക്കുക. ഇതിലെ വെക്ടറുകൾ ആരൊക്കെയാണ്? BAC, YAC, ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഇതിനൊരു സീക്വൻസർ കണ്ടുപിടിച്ചിരുന്നു. ഓട്ടോമേറ്റഡ് DNA സീക്വൻസർ ഈ പരിപാടിക്ക് വേണ്ടി കണ്ടുപിടിച്ച ഒരു സയൻറ്റിസ്റ്റാണ് ഫ്രെഡറിക് സാങ്ങർ. മനുഷ്യന്മാരുടെ ജീനോമിൻ്റെ പ്രത്യേകത നോക്കിയാൽ ജീനോം കണ്ടെയ്ൻ 3 മില്യൺ ബേസ് പെയർ ഉണ്ടാവും. ലാർജസ്റ്റ് ജീൻ ഏതാണ്? ഡിസ്ട്രോഫിൻ. മറക്കരുത്. ലാർജസ്റ്റ് ജീൻ ഡിസ്ട്രോഫിൻ. 1 മാർക്ക്. 2.4 മില്യൺ ബേസ് പെയർസ് ഉണ്ടായിന്. പിന്നെ ലെസ് ദാൻ 2% ജീനെ പ്രോട്ടീൻ ഉണ്ടാക്കുള്ളൂ. ക്രോമസോം നമ്പർ 1 കൂടുതൽ ജീനുള്ളത്. അത് എത്രയെന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ക്രോമസോം Y ആണുങ്ങൾക്ക് ക്രോമസോം Yയിൽ എത്ര ജീനുള്ളത്? ഏറ്റവും കുറവ് ജീൻ. ഏറ്റവും വലിയ ജീൻ ക്രോമസോം 1, ഏറ്റവും കുറഞ്ഞ നമ്പർ ഓഫ് ജീൻസ് കേട്ടോ. ഏറ്റവും കുറവ് നമ്പർ ഓഫ് ജീൻസ് ഉള്ളത് ക്രോമസോം Yയിലുമാണ്. ഇനി SNPS എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ ഫുൾ ഫോം മാത്രം സിംഗിൾ ന്യൂക്ലിയോട്ടൈഡ് പോളിമോർഫിസം എന്ന് പറയും. മക്കളെ, ആൻഡ് ഫോർ ദ ലാസ്റ്റ് ടൈം DNA ഫിംഗർ പ്രിൻറ്റിങ് ഇതാരെ കണ്ടുപിടിച്ചതെന്ന് പഠിക്കുക. അലക്സ് ജെഫ്രി. ഇതിനുപയോഗിച്ച പ്രോബ് എന്ന് പറഞ്ഞ ടൂള് DNA ഫിംഗർ പ്രിൻറ്റിങ് കണ്ടുപിടിക്കുന്ന ഒരു ടൂളുണ്ട്. അതായിട്ട് ഉപയോഗിക്കുന്ന ഏത് DNA ആണ്? സാറ്റലൈറ്റ് DNA ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത, അതൊരു നല്ല വേരിയേഷൻ കാണിക്കും. പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയേഷൻ, നല്ല മാറ്റങ്ങൾ കാണിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന ഒരു പേരാണ് VNTR. അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. സാറേ, ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ. ഞങ്ങൾ എന്താ പഠിക്കേണ്ടത് കേട്ടോ. DNA ഫിംഗർ പ്രിൻറ്റിങ് ആരാ കണ്ടുപിടിച്ച്? അലക്സ് ജെഫ്രി. ആ ഒരു പ്രോബായിട്ട്, അതായത് ടൂളായിട്ട് ഉപയോഗിച്ച DNA ഏതാണ്? സാറ്റലൈറ്റ് DNA. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഹൈ ഡിഗ്രി പോളിമോർഫിസം കാണിക്കും. അതുകൊണ്ട് അതിന് എന്ത് പേര് വിളിക്കും? VNTR. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ വേരിയേഷൻ എന്ന് പഠിച്ചാൽ മതി. VNTRൻ്റെ ഫുൾ ഫോം എന്താണെന്ന് പഠിച്ചു വെക്കുക. മതി. ഒന്നും കൂടി പറയാം. VNTRൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. പ്രോബായിട്ട് ഉപയോഗിക്കുന്ന DNA ഏതാണെന്ന് പഠിച്ചു വെക്കുക. ഇനി എന്താണ് ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്? നിങ്ങൾക്ക് അറിയാം. പെറ്റേണിറ്റി ചെക്ക്, തന്തയാരാണെന്ന് തിരിച്ചറിയുക. ഫോറൻസിക്കിൽ പഠിക്കാം, എവല്യൂഷനിൽ സഹായിക്കും, ക്രൈം ഇൻവെസ്റ്റിഗേഷനിലൊക്കെ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചർ ഇവിടെ തിരഞ്ഞെടുക്കാം. DNA കിട്ടാനുള്ള സാമ്പിൾസോ ഹെയർ, സ്കിന്ന്, സലൈവ, ബ്ലഡ്. ഇതൊക്കെ ഒരു ക്രൈം സ്പോട്ടിൽ നിന്ന് ഇങ്ങനെയാണ് DNA കിട്ടിയത്. കണ്ടോ? ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരച്ചു വെച്ചിരുന്നു. A ആണോ B ആണോ കുറ്റവാളി? B. നോക്കടാ, ബീൻ്റെ വരച്ച അതേപോലെ ക്രൈം ഒന്നും കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ആൻഡ് ലാസ്റ്റ്, ഫോർ ദ ലാസ്റ്റ്
ഐ തിങ്ക് നിങ്ങൾ പല പരീക്ഷകൾക്കും ഇത് കണ്ടിട്ടുണ്ടാവും. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ 6 സ്റ്റെപ്പ് നേരെ അതേപോലെ കാണാതെ പഠിച്ചു വെക്കുക. ഇത് നമ്മൾ ബയോടെക്നോളജിയിലും പഠിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. മതിയടാ, ഇത് പഠിച്ചാൽ മതി. സെറ്റ്.